ഇന്നത്തെ ന്യൂസ് ആംഗിൾ മതേതരത്വം അത് വെറുമൊരു മുദ്രാവാക്യമല്ല, പെരുമാറ്റത്തിലും ഭാഷയിലും പ്രതിഫലിക്കേണ്ട ഒരു മൂല്യമാണ്. പ്രത്യേകിച്ച് വിവിധ മതവിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ മുന്നണികളിൽ ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതോ അവരിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതോ ആയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല. മുനാഫിക്ക് വിവാദങ്ങളിൽ അവസാനിക്കുന്നതല്ല കാസർഗോഡ് ജില്ലാ വനിതാ ലീഗ് സെക്രട്ടറിയുടെ രീതി എന്നാണ് LDF ക്യാമ്പിന്റെ ആരോപണം. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വനിതാ ലീഗ് നേതാവിന്റെ മതധ്രുവീകരണ പ്രസ്താവന അത് UDFന് തിരിച്ചടിയാകുമോ? ഇതാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. സരീഷ് PK നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനപ്പുറം കൂടുതലായി ഒന്നും ഇനി സരീഷിനോട് പറയാനില്ല. ഇത് എങ്ങനെ കാസർഗോഡിനെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ വാക്കുകൾ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. സേതു, ഗുഡ് മോർണിംഗ്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. കാസർഗോഡും മഞ്ചേശ്വരത്തും കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് ജയിച്ചു കയറുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എക്കാലത്തും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായി അതിലൊന്നും തന്നെ തെളിവ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വോട്ട് ഏകീകരണവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ വേണം ഈ അവസാന പരാമർശത്തെയും കാണാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അള്ളാഹുവിനോടൊക്കെ ചേർത്ത് വയ്ക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മതവികാരം വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ മതവികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ. ഈ ആയിഷ ഫർസാന പറഞ്ഞിരിക്കുന്ന പരാമർശം, ഒന്നിച്ചു നിൽക്കാത്ത ഒരു വിഭാഗത്തിനും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകില്ല, ഭിന്നിച്ചു പോകാതെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ സമുദായത്തിന് നേട്ടങ്ങൾ കൈവരിക്കാനാകൂ എന്നുള്ളതാണ് ഇവരുടെ പരാമർശം. അതിൽ ഏറ്റവും ഇടയാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ വെല്ലുവിളി കാസർഗോഡ് മണ്ഡലത്തിലാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ നേരത്തെ എന്നെ നെല്ലിക്കുന്ന പ്രായാധിക്യം കാരണം മാറി നിൽക്കുകയും കലക്ടർ മായിൻ ഹാജി, ജില്ലാ പ്രസിഡന്റായ കലക്ടർ മായിൻ ഹാജി ഈ സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു, സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യുന്നു. പക്ഷേ അവർ ഒന്നും പ്രതീക്ഷിക്കാതെ ഷാനവാസ് പാദൂർ എന്ന മതവിശ്വാസി അല്ലെങ്കിൽ LDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അവിടെ വരികയും തങ്ങളുടെ വോട്ടുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ INL ആണ് അവിടെ മത്സരിച്ചു കൊണ്ടിരുന്നത്. INL പരസ്യമായി LDFനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അവർക്ക് വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് വോട്ടുകൾ ലഭിക്കാറില്ല. പക്ഷേ ഇത്തവണ അത്തരത്തിൽ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടുമോ എന്നൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് വനിതാ നേതാവിനെ കൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ കാരണം. നേരത്തെ തന്നെ അവിടെ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെയും ചില സംഘടനകൾക്കെതിരെയും, പ്രാദേശികമായി ചില സംഘടനകൾക്കെതിരെയുമെല്ലാം വലിയ വികാരങ്ങൾ ഉണ്ടായിരുന്നു. ആ വികാരങ്ങൾ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ചില വാർഡുകളിൽ പ്രത്യക്ഷമായി പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായൊരു തുടർച്ച ഇത്തവണ ഉണ്ടാകുമോ എന്നൊരു പേടി മുസ്ലിം ലീഗിനുണ്ട്. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രസ്താവനയെയും മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വലിയ വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകളിലൂടെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ രാഷ്ട്രീയം പറയാം, വികസനം പറയാം, വികസന പ്രശ്നങ്ങൾ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാരണം ഈ മതം പറഞ്ഞ് വോട്ട് തരാം, അത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമല്ലോ. ആ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമേ അല്ല. അങ്ങനെ ഒന്നാണ് കാസർഗോഡ് നടന്നത്. അത് അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതുമായിരുന്നില്ല. അപ്പം വിഷയത്തിൽ വിശകലനം നടത്തുകയായിരുന്നു സരീഷ് PK.